അശോക് കരാത്ത്. മുൻ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ ഇയാൾ ജ്യോതിഷത്തിന്റെയും ആത്മീയതയുടെയും മറവിൽ നടത്തിയത് ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പുമടക്കം നിരവധി ക്രൂരതകൾ. വിശ്വാസത്തെ ചോദ്യം ചെയ്ത് 1500 കോടി രൂപയുടെ സമ്പാദ്യമുണ്ടാക്കി. 158-ലേറെ സ്ത്രീകളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി. പ്രശ്നപരിഹാരത്തിന് വരുന്നവരെ മാനസികമായി തളർത്തി വിശ്വാസം നേടിയെടുക്കുക. പ്ലാസ്റ്റിക് പാമ്പുകളും കടുവത്തോലും ഉപയോഗിച്ച് മരണദോഷമുണ്ടെന്ന് വിശ്വസിപ്പിക്കുക. സ്ത്രീകളോട് ഭർത്താവ് മരിക്കുന്ന തീയതി പറഞ്ഞ് പീഡിപ്പിക്കുക. പരിഹാരത്തിന് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന പൂജ ചെയ്യിപ്പിക്കുക. 100 രൂപ വില വരുന്ന കല്ലിന് പോലും ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇയാൾ. സാമ്പത്തിക തട്ടിപ്പിനപ്പുറം സ്ത്രീകളോട് ചെയ്ത ക്രൂരതകൾ സമാനതകളില്ലാത്തത്. പൂജയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് മയക്കുമരുന്ന് കലർത്തിയ പാനീയങ്ങൾ നൽകി സ്ത്രീകളെ ബോധരഹിതയാക്കി ലൈംഗിക പീഡനത്തിന് ഇരയാക്കും. വീട്ടിലും ഫാം ഹൗസിലും സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറകളിൽ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തും. പിന്നീട് ഇരകളെ ഇത് കാണിച്ച് വീണ്ടും ബ്ലാക്ക്മെയിൽ ചെയ്ത് ഉപദ്രവിക്കും. കരാത്തിന്റെ ക്രൂരതകൾ ആദ്യം പുറത്തു കൊണ്ടുവന്നത് അയാളുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന മുൻ ജീവനക്കാരൻ. തന്റെ ഗർഭിണിയായ ഭാര്യയോട് പോലും കരാത്ത് നടത്തിയ ലൈംഗിക ക്രൂരകൃത്യത്തിന്റെ വൈരാഗ്യത്തിലാണത്. ആദ്യം പോലീസിൽ പരാതി നൽകിയത് ചൂഷണത്തിനിരയായ ഒരു 35 വയസ്സുകാരി. അവർ പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെ: ജോൽസിനെ കാണാനെത്തിയപ്പോൾ ഉപ്പ് രസമുള്ള കയ്പുള്ള വെള്ളം കുടിക്കാൻ നൽകി. ഇത് കുടിച്ചതോടെ ബോധരഹിതയായി. തുടർന്ന് കരാത്ത് അതിക്രൂരമായി ലൈംഗികമായി ഉപദ്രവിച്ചു. ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള കരാത്തിനെതിരെയുള്ള കേസിൽ പോലീസ് കാര്യമായി നടപടിയെടുക്കുന്നത് പോലും ഇരകളായ സ്ത്രീകളുടെ അശ്ലീല ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ്. രാഷ്ട്രീയ പ്രമുഖരും ബിസിനസ്സുകാരും സെലിബ്രിറ്റികളും ഉൾപ്പെടെ കരാത്തിന്റെ സ്വാധീന വലയത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയ മുൻ ജീവനക്കാരൻ തെളിവുകളായ ദൃശ്യങ്ങൾ തന്റെ വിശ്വസ്തർക്ക് കൈമാറി. ആ ദൃശ്യങ്ങളാണ് പിന്നീട് സമൂഹമാധ്യമങ്ങളിൽ ലീക്കായത്. മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ചു കരാത്ത് കേസ്. NCP അജിത് പവാർ വിഭാഗം നേതാവും വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന രൂപാലി ചകങ്കറിന് തന്റെ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു കരാത്തുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ പുറത്തു വന്നതിന്റെ പേരിൽ. കരാത്തിന്റെ കാൽ കഴുകുന്ന വീഡിയോ പുറത്തു വന്നതോടെയാണ് മഹിളാ കമ്മീഷൻ അധ്യക്ഷയ്ക്ക് രാജിവെക്കേണ്ടി വന്നത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി ദീപക് കൊസാർക്കറുമായി കരാത്തിന് ബന്ധമുണ്ടെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇതിൽ കൊസാർക്കറിന്റെ പ്രതികരണം തനിക്ക് മാത്രമല്ല 35 MLA-മാരുമായി കരാത്തിന് ബന്ധമുണ്ടെന്നാണ്. ആളുകളുടെ വിശ്വാസം പിടിച്ചുപറ്റി ലൈംഗിക ഉപദ്രവവും സാമ്പത്തിക തട്ടിപ്പും നടത്തുന്ന സ്വയം പ്രഖ്യാപിത ആൾദൈവവുമായി എന്താണ് രാഷ്ട്രീയ പ്രമുഖർക്കുള്ള ബന്ധം?